കഴിഞ്ഞ ദിവസമാണ് ബി ജെ പിയുടെ ഫണ്ട് തട്ടിപ്പ് വിവാദം പൊട്ടിപ്പുറപ്പെട്ടത്. അതിൽ ആരൊക്കെയാണ് ഫണ്ട് തട്ടിയത് എന്നതിൻ്റെ കാര്യത്തിൽ മാത്രമേ സംശയമുള്ളൂ. എത്രയാണ് അവരുടെ അവർ ആഗ്രഹിച്ചത്, എത്ര പേർക്കാണ് കിട്ടാത്തത് എന്നൊക്കെയാണ് ഫണ്ട് വിവാദത്തിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. മറ്റൊരു വിഷയവും ബി ജെ പിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം വരുന്നത്, റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയുണ്ട്. അദ്ദേഹം ഒരു ഇൻഫ്ലുവൻസറൊക്കെ ആയിരുന്നു. അദ്ദേഹം ബി ജെ പിക്ക് വേണ്ടി മത്സരിച്ചു, പക്ഷേ 8 നിലയിൽ പൊട്ടിയത് നമ്മൾ കണ്ടു. പിന്നീട് അദ്ദേഹം ബി ജെ പിയുടെ സമരവേദിയിലൊക്കെ നമ്മളിപ്പോൾ വല്ലാതെ അദ്ദേഹത്തെ കാണുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ റീൽസ്, അതായത് ജലബീരങ്കി പ്രയോഗിക്കുമ്പോൾ നെഞ്ച് വിരിച്ച് നിൽക്കുന്ന റോബിൻ രാധാകൃഷ്ണൻ്റെ റീൽസാണ് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പേജുകളിൽ കാണാറുള്ളത്. ഇപ്പോൾ അദ്ദേഹത്തിനെതൊരു സാമ്പത്തിക തട്ടിപ്പ് കേസ് വന്നിരിക്കുന്നു. 45 ലക്ഷത്തോളം രൂപ അദ്ദേഹം കടം വാങ്ങിയിട്ട് തിരിച്ചു തന്നില്ല എന്നുള്ളതാണ് ഫാഷൻ ഡിസൈനർ അഭിൽ ദേവ് പറയുന്നത്. അതോടൊപ്പം തന്നെ ദേവലക്ഷ്മി എന്ന് പറയുന്ന കണ്ടൻറ് ക്രിയേറ്ററും ഇതുപോലുള്ള പരാതി ഉന്നയിക്കുന്നുണ്ട്. ജിംസ്, ഈ ബി ജെ പിയിൽ ഇത്തരം പരാതികൾ ഒരുപാട് ഉയർന്നു വരും. അപ്പം റോബിൻ അടുത്തിടെ ബി ജെ പിയിൽ വന്നിട്ടുള്ളൂ, അപ്പോഴേക്കും ഇങ്ങനൊരു പരാതി വരികയാണ്. അല്ല, ഈ പരാതിയിലേക്ക് വേറൊരു ന്യൂവാൻസ് ഉണ്ട്. അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ, ബി ജെ പിയിൽ സാധാരണ നടന്നു വരുന്ന ഒരു കാര്യം ഇത്തവണ നടന്നു, അത്രയേ ഉള്ളൂ. അതിൽ പുതുതായിട്ടൊന്നുമില്ല. ഇപ്പോൾ ഈ ഫണ്ട് തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നടക്കുന്ന കാര്യമാണ്. അല്ല, കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിലും അതിനുള്ള അസംബ്ലി തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ഒരു ഏലിയൻ, അദ്ദേഹം സംസ്ഥാന പ്രസിഡൻ്റായി എന്നുള്ളതാണ് ഇതിൻ്റെ പ്രശ്നത്തിൻ്റെ മർമ്മം. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതിന് മുമ്പുള്ള പ്രസിഡന്റുമാരുടെ കാലത്തൊക്കെയും ദേശീയ നേതൃത്വത്തിൽ നിന്ന് ബി ജെ പിയുടെ ഫണ്ട് കേരളത്തിലേക്ക് വരുന്നുണ്ട്. അത് ഇതുപോലെ തന്നെ അന്യാധീനപ്പെട്ടു പോകുന്നുണ്ട്, കള്ളക്കണക്കുണ്ടാക്കുന്നുണ്ട്, കള്ളബില്ലുണ്ടാക്കുന്നുണ്ട്. ഈ തവണ മാത്രം പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇതുവരെ നടന്നു വരുന്ന കാര്യങ്ങളിൽ അത് ഏത് ഗ്രൂപ്പ് സംസ്ഥാന നേതൃത്വത്തിലുണ്ടായാലും അവർക്ക് പരസ്പരം അറിയാം ഇത് തട്ടിപ്പുറത്തുണ്ട്. അവരാരും പരാതി പറയാനോ അന്വേഷിക്കാൻ പറയാനോ പോവില്ല. ഇപ്പോൾ കൃഷ്ണദാസ് പക്ഷമാവട്ടെ, മുരളീധരൻ പക്ഷമാവട്ടെ, ഏത് പക്ഷത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷനാണെങ്കിലും ഈ സംഭവം നടക്കുന്നുണ്ട്. ഇപ്പോൾ കുമ്മൻ അധ്യക്ഷനാകുമ്പോഴും ഈ സംഭവം നടക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്ത് ചെയ്യില്ല, അങ്ങനെ തട്ടിപ്പ് നടന്നു പറഞ്ഞാൽ അത് എസ്കലേറ്റ് ചെയ്യാനോ അത് പരാതിപ്പെടാനോ ആരും പോവില്ല. കാരണം ഇത് സ്വാഭാവികമായി ബി ജെ പിയിൽ നടക്കുന്ന കാര്യമാണ്. ഇപ്പോഴത്തെ പ്രശ്നം, രാജീവ് ചന്ദ്രശേഖരൻ നമുക്കറിയാം, അദ്ദേഹം മില്യണറാണ്. അദ്ദേഹത്തിന് ധാരാളം പണമുണ്ട്. അദ്ദേഹത്തിന് ഫണ്ട് കിട്ടേണ്ട ആവശ്യമില്ല. അദ്ദേഹം സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിൽ നടക്കുന്നു, ഈ തട്ടിപ്പ് നടക്കുന്നു. ഇതാണ് പ്രശ്നം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിൽ തട്ടിപ്പ് അദ്ദേഹത്തെ അറിയുന്നില്ല. ഈ പ്രശ്നം പരാതിയായി ഉന്നയിക്കപ്പെടുകയാണ്. ആ പരാതിയായി ഉന്നയിക്കപ്പെടുന്നതിൻ്റെ താല്പര്യം ആരുടേതാണ്? താല്പര്യം രണ്ട് പക്ഷങ്ങളുടേതുമാണ്. ഇദ്ദേഹം ഈ രണ്ട് പക്ഷത്തിലും പെട്ട ആളല്ല. കൃഷ്ണദാസ് പക്ഷമല്ല, മുരളീധരൻ പക്ഷമല്ല. ഈ രണ്ട് പക്ഷത്തിന് എന്ത് വേണം? ഈ പ്രശ്നം എസ്കലേറ്റ് ചെയ്യണം. അത് എന്തിനു വേണ്ടിയാണ്? അത് രാജീവ് ചന്ദ്രശേഖരനെ ഡിഫൻസിലാക്കാൻ വേണ്ടിയാണ്. അതല്ലാതെ ഈ ഫണ്ട് തട്ടിപ്പ് അന്വേഷിക്കണമെന്നോ ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ ഫണ്ട് തട്ടിപ്പ് നടക്കരുതെന്നുള്ള നല്ല ലക്ഷ്യത്തോടെയല്ല ഈ പരാതി വരുന്നത്. ഈ പരാതി വരുന്നത് എന്തുകൊണ്ടാണ്? രാജീവ് ചന്ദ്രശേഖരനെ ഡിഫൻസിലാകണം. അദ്ദേഹത്തിൻ്റെ കീഴിൽ ഇതിങ്ങനെ വലിയ അഴിമതി നടന്നു. ഈ വാർത്തകൾ മുഴുവൻ പുറത്തു വരുന്നത് എങ്ങനെയാണ്? ഈവൻ ഓഡിയോ സംഭാഷണം പോലും, രേഖകൾ പോലും മാധ്യമങ്ങൾക്ക് ലഭിക്കുന്നവിടുന്ന രാജീവ് ചന്ദ്രശേഖർ പുറത്തു വിടുന്നത്. രാജീവ് ചന്ദ്രശേഖർ ഇങ്ങനെ സംഭവം നടന്നതായിട്ട് പോലും പറയുന്നില്ല. ആ അന്വേഷണം നടക്കുമ്പോൾ തന്നെ അദ്ദേഹം നിഷേധിക്കുകയാണ്. ഈ സാധനം പുറത്തു വരുന്നത് എങ്ങനെയാണ്? പുറത്തു വരുന്ന ഈ രണ്ട് ഗ്രൂപ്പുകളും തള്ളിവിടുന്നതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കാര്യം. ഇത് രാജീവ് ചന്ദ്രശേഖരനെതിരായിട്ടുള്ള ഉൾപാർട്ടി കലാപമാണ്. അതുകൊണ്ടാണ് വാർത്തകൾ പുറത്തു വരുന്നത്. അല്ലെങ്കിൽ ഇതൊരു വാർത്തയാവില്ല, ഒരു അന്വേഷണം ഉണ്ടാവില്ല, ഒരു ചുക്ക് സംഭവിക്കില്ല. സാധാരണ പോലെ തന്നെ ബി ജെ പി നേതാക്കന്മാർ പൈസ ഉണ്ടാക്കുന്നു, അവർ വലിയ വീട് വയ്ക്കുന്നു, ബാംഗ്ലൂരോ എവിടെയെങ്കിലും പോയിട്ട് റിയൽ എസ്റ്റേറ്റ് നടത്തുന്നു, ഹോട്ടലുകൾ വാങ്ങുന്നു, ഇതൊക്കെയാണ് സംഭവിക്കുക. അപ്പോൾ ഈ തവണ ഈ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം, പ്രധാനപ്പെട്ട പല സീറ്റുകളും 2020 കൊടുക്കുന്നു. പുതിയ ഇൻഫ്ലുവൻസർമാരെയൊക്കെ കൊണ്ടുവന്നിട്ട് സീരിയൽ നടിമാരെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുന്നു. അപ്പോൾ 2020 മത്സരിക്കാൻ സ്ഥാനാർത്ഥികൾ കണ്ടെത്താൻ വേണ്ടി കാശ് കൊടുത്തിട്ടുണ്ടാവും. പക്ഷേ അവർക്കും പണമുള്ള ആളുകളാണ്. അപ്പോൾ ഈ കുറേ അധികം ആളുകൾ ഇതിൽ ഈ ഫണ്ട് മോഹിച്ച് മത്സരിക്കുന്ന കുറേ അധികം ആളുകളുണ്ട്. ബി ജെ പിയിൽ സീറ്റ് കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് തന്നെ ജയിക്കാൻ വേണ്ടിയല്ല. ജയിക്കാൻ എന്നതിലുപരി അവരെന്ത് ചെയ്യാണ്? കാശ് ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ്. നല്ല പൈസ കിട്ടും. ആ പൈസ ചിലവഴിക്കണമെന്ന് നിർബന്ധമില്ല, അതിന് കൃത്യമായ കണക്ക് കൊടുക്കണമെന്നില്ല. അപ്പോൾ ഈ റോബിൻ, എനിക്ക് അയാളെ അറിയില്ല, ഞാൻ അയാളെ ഫോളോ ചെയ്യുന്ന ഒരാളൊന്നുമല്ല. അയാൾ ഏതെങ്കിലും തരത്തിലുള്ള വീഡിയോ കാണുകയോ എന്തെങ്കിലും ബിഗ് ബോസോ അങ്ങനെയൊന്നും കാണുന്ന ഒരാളല്ല ഞാൻ. അയാൾ വന്നിട്ടുണ്ടാവുക സ്വാഭാവികമായി ഇതിൻ്റെ പേരിലായിരിക്കും. ഇപ്പോൾ ഉയർന്നിട്ടുള്ളൊരു പ്രശ്നം, റോബിൻ രാധാകൃഷ്ണൻ മറ്റ് 2 ഇൻഫ്ലുവൻസർമാരിൽ നിന്ന് കുറേ പണം വാങ്ങി. ആ പണം വാങ്ങിയത് 2025 ജനുവരിയിൽ തിരിച്ചു കൊടുത്തേക്കാം എന്ന് ഇദ്ദേഹം സമ്മതിക്കുന്ന, റോബിൻ രാധാകൃഷ്ണൻ സമ്മതിക്കുന്ന ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. അത് ഇവർ പൈസ വെച്ചിട്ട് കിട്ടാത്തതുകൊണ്ട് ഇയാളൊരു പേപ്പറിൽ എഴുതി ഒപ്പിട്ട് കൊടുക്കുന്നു. ഒരു വീഡിയോയിൽ ഇത് പറയുന്നു, ജനുവരിയിൽ ഞാൻ തന്നേക്കാമെന്ന് പറയുന്നു. അത് കിട്ടാതായപ്പോഴാണ് ഇപ്പോൾ അവർ വീണ്ടും പ്രശ്നം ഉണ്ടായിക്കൊണ്ട് വരുന്നത്. അപ്പോൾ റോബിൻ രാധാകൃഷ്ണൻ ആ പൈസ എങ്ങനെ തിരിച്ചു കൊടുക്കാമെന്നായിരിക്കും ആഗ്രഹിച്ചിട്ടുണ്ടാവുക. ഇലക്ഷൻ വരാൻ പോവാണ്, ഏപ്രിലിൽ ഇലക്ഷൻ വരാൻ പോവാണ്.
അപ്പോൾ അതിൻ്റെ കുറേ കാശ് കിട്ടും എന്നൊക്കെ അയാൾ വിചാരിച്ചിട്ടുണ്ടാവും. അപ്പോൾ ജനുവരി കൊടുക്കാം, അപ്പോൾ ഏപ്രിൽ ഇലക്ഷൻ കഴിഞ്ഞിട്ടെങ്കിലും കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇലക്ഷനിൽ എന്ത് ചെയ്യുന്നു? ഇലക്ഷനിൽ സ്ഥാനാർത്ഥികൾക്ക് ഈ പൈസ കൊടുക്കുന്നതിന് പകരം അത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ തന്നെ വേറെ ആളുകൾ അടിച്ചു മാറ്റുന്നു. അവർക്ക് കാശ് കിട്ടുന്നില്ല. അപ്പോൾ റോബിൻ രാധാകൃഷ്ണൻ ഒരു അർത്ഥത്തിൽ ഇതിൻ്റെ ഇരയായിരിക്കും. ആ കാശ് കിട്ടുമ്പോൾ തിരിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടായിരിക്കും ആൾ എഴുതി കൊടുത്തിട്ടുണ്ടാവുക, അതും കിട്ടുന്നില്ല. അപ്പോൾ ഇതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇങ്ങനെ ഈ തവണ പറ്റിക്കപ്പെട്ട കുറേ അധികം ആൾക്കാരുണ്ടാവും. കാശ് കിട്ടുമെന്ന് വിചാരിച്ച് കിട്ടിയിട്ടില്ല, അത് മുകളിൽ നിന്ന് അടിച്ചു മാറ്റി കഴിഞ്ഞു എന്ന് വിചാരിക്കട്ടോ കുറേ അധികം സ്ഥാനാർത്ഥികളുണ്ടാവും. ആ നിലയ്ക്ക് അക്കോമഡേഷൻ കിട്ടാത്തതിൻ്റെ പേരിൽ വിട്ടുപോയിട്ടുള്ളൊരു യുവാവ് ഉണ്ടല്ലോ, അഖിൽമാരാർ. അയാളും പറഞ്ഞു അല്ല, അയാൾക്കും കാശ് കിട്ടില്ല എന്ന് പറഞ്ഞാൽ അയാൾ പ്രശ്നം ഉണ്ടാക്കിയല്ലോ. സാബു ജേക്കബ് പോയിട്ട് അയാളും പ്രശ്നമാക്കി, കാശ് തന്നില്ല എന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കി. അപ്പോൾ ഇത് 2020 മാത്രം പ്രശ്നമല്ല, BJP മാത്രം പ്രശ്നം. മൊത്തത്തിൽ ഈ സ്ഥാനാർത്ഥികളൊക്കെ നേരിടാൻ പോകണം. അവർ ചിലപ്പോൾ അത്യാവശ്യം കാശ് കിട്ടാവുന്നൊരു സ്ഥാപനം BJP തന്നെയാണല്ലോ അല്ലേ? ആണ്. പക്ഷെ അതിനെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റണമെന്നുള്ളതാണ്. നിഷാദെ, പലരും സ്ഥലത്തിന് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടാവും, മേടിക്കാൻ പറ്റാതെ. ഫലപ്രദമായി ഉപയോഗിച്ചാൽ എനിക്ക് ഞാൻ പറഞ്ഞത് ആളുകൾക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേരളത്തിലെ BJP. നിങ്ങൾ BJPയിൽ ചേരാനൊരു പ്ലാൻ ഉണ്ടാക്കുന്നു, നിങ്ങൾ BJPക്ക് വേണ്ടി ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇട്ട് തുടങ്ങുന്നു, BJPക്ക് വേണ്ടി സംസാരിക്കുന്നു, BJPയിൽ നിങ്ങൾ എൻ്റർ ചെയ്യുന്നു, BJP നേതൃത്വത്തെ പുകഴ്ത്തുന്നു, നേതൃത്വത്തിൻ്റെ കൂടെ നിൽക്കുന്നു. ഫൈനലി നിങ്ങൾക്കൊരു സീറ്റ് കിട്ടാൻ വലിയ പാടൊന്നുമില്ല. കേരളത്തിൽ 140 സീറ്റുണ്ട്, അതിൽ A+ വളരെ കുറച്ചേ ഉള്ളൂ. ബാക്കി സീറ്റുകൾ നിങ്ങൾക്ക് ഒപ്പിച്ചെടുക്കാം. ആ സീറ്റ് കിട്ടുകയാണെങ്കിൽ കേന്ദ്ര ഫണ്ടിൻ്റെ ഒരു വിഹിതം, നാട്ടിൽ നിന്ന് പിരിക്കുന്ന ഒരു പൈസ, ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടും. വ്യാപാരികളെ പോയി കണ്ടു വാങ്ങിക്കുന്ന പൈസ, ഇതൊക്കെ കിട്ടും. ഇതൊക്കെ ഫലപ്രദമായി ഉപയോഗിക്കാനുള്ള ഒരു സാമ്പത്തിക മെക്കാനിസവും കൂടി നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധനാഠ്യനാവാൻ ഒരുപാടുമില്ല. കേരളത്തിലെ BJPക്കാർ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കേരളത്തിലെ BJPയിലെ പ്രധാനപ്പെട്ട നേതാക്കളുടെ ഇതിന് മുമ്പുള്ള 10 വർഷം മുമ്പുള്ള അവരുടെ സാമ്പത്തിക സ്ഥിതി, അവരുടെ കയ്യിലുള്ള സ്ഥലം, അവരുടെ കയ്യിലുള്ള വീട്, ഇപ്പോൾ ഉള്ള വീടുകൾ എന്നിവയുടെ എല്ലാം എണ്ണം പരിശോധിച്ച് നോക്കിയാൽ അവരെങ്ങനെയാണ് പൈസ ഉണ്ടാക്കുന്നത് മനസ്സിലാവും. അവർക്ക് ആർക്കും വേറെ വരുമാന മാർഗ്ഗവും നമ്മൾ കാണുന്നില്ല. ഇത് അവർക്കൊരു പ്രധാനപ്പെട്ട ഒരു റവന്യൂ സോഴ്സാണ്. അതിനുശേഷം നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റണം. പക്ഷേ ഇവിടെ ഈ സെലിബ്രിറ്റീസിൻ്റെ കാര്യത്തിലും സംഭവിക്കും ചോദിച്ചാൽ, സെലിബ്രിറ്റീസിൻ്റെ ഇതിൽ അവർ വിചാരിക്കുന്ന പൈസ അവർക്ക് കിട്ടും. അവരും വരുന്ന എന്തിനാണ്? ഇപ്പോൾ പെട്ടെന്നൊരു ദിവസം കുറേ സെലിബ്രിറ്റീസ് എന്നാൽ 2020 വഴി BJP വഴി കയറിപ്പോയി മത്സരിച്ചേക്കാമെന്ന് തീരുമാനിക്കുന്നത്, അവിടെ എല്ലാം വിജയിക്കും, ഞങ്ങളെല്ലാം ചക്ക ചിഹ്നത്തിൽ ജനങ്ങൾ വിജയിപ്പിക്കും, MLA ആക്കും എന്ന് വിചാരിച്ചിട്ടല്ല. അതിനൊരു തുക അവർക്ക് ഓഫർ ചെയ്തിട്ടുണ്ട്. അതല്ലാതെയും തുക ഉണ്ടാക്കാൻ കഴിയും എന്നുള്ള ഒരു പ്ലാനും അവരുടെ ഉണ്ട്. അത് പലരുടെയും നടന്നിട്ടില്ല എന്നുള്ളതാണ് ഈ സാധാരണ രാഷ്ട്രീയക്കാർക്ക് കിട്ടിയ പോലെ കിട്ടിയാൽ പോരാ. അവർ കുറച്ച് അധികം ചിലവുണ്ട്, ചില മാസങ്ങളിൽ കുറച്ച് അധികം ചിലവ്. ഏപ്രിൽ അല്ല, അവരത് പ്രതീക്ഷിക്കുന്നുണ്ടാവും. ആ തുക കണക്കൂട്ടിയാണ് അവർ വരിക. റോബിൻ്റെ കാര്യത്തിൽ റോബിൻ തന്നെ തുറന്നു പറയുന്നുണ്ട്, BJP വർഗീയ പാർട്ടിയാണെന്നൊക്കെ എനിക്കറിയാം, ആരാണ് എൻ്റെ കൂടെ നിൽക്കുക, ഞാൻ സാമ്പത്തിക ഉദ്ദേശം വെച്ചിട്ടാണ് വന്നിട്ടുള്ളതെന്ന്. അതൊക്കെ തുറന്നു പറഞ്ഞാണ് അയാളുടെ കുഴപ്പം. അല്ലെങ്കിൽ അയാൾക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമായിരുന്നു. നല്ല നിലയ്ക്ക് പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരെ നമുക്കറിയാം. ചില ആളുകൾ പൈസ ഉണ്ടാക്കുന്ന കണ്ടിട്ട് ആ പൈസ ഉണ്ടാക്കാനുള്ള സ്കില്ലില്ലാത്തതിൻ്റെ പേരിൽ അന്തം വിട്ട് നിൽക്കുന്ന സീനിയർ BJP നേതാക്കന്മാരെയും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ BJPയെ സംബന്ധിച്ച് ഇഷ്ടംപോലെ പൈസ വരുന്നു, കണക്കില്ലാതെ പൈസ വരുന്ന സ്ഥാപനമാണ്. ഇവിടെ ആൾക്കാരെ പലതരത്തിൽ ED, NI എന്നൊക്കെ പറഞ്ഞ് വിരട്ടിയും ആൾക്കാരിൽ നിന്ന് പൈസ വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ശരിയാവണ്ണം ഉപയോഗിച്ചാൽ നല്ലൊരു സംരംഭം, നല്ലൊരു സ്ഥലമാണെന്ന് എനിക്ക് തോന്നുന്നത് പൈസ ഉണ്ടാക്കാൻ. റോബിനെ സംബന്ധിച്ച് റോബിന് ആ പ്രൊഫഷണലി അതിനെ ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല. BJPയും മനസ്സിലാക്കേണ്ടത്, BJPയെക്കുറിച്ച് ആൾക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? ആരൊക്കെയോ വരുന്നു, അവർക്ക് ആവശ്യമുള്ള പൈസ എടുക്കുന്നു, പോകുന്നു. ചിലരുടെ കാര്യത്തിൽ പൈസയുടെ തട്ടിപ്പ് നടക്കുന്നു. കുറേ പൈസ വരുമ്പോൾ ഓഫീസ് സ്റ്റാഫൊക്കെ മുക്കുന്ന പൈസ എന്നൊക്കെ പറഞ്ഞാൽ 10,000-10,000 ഒന്നുമല്ല, ലക്ഷങ്ങളാണ് മുക്കുന്നത്. അത് കൊണ്ട് അങ്ങോട്ട് ഈ വണ്ടിയിൽ നിന്ന് അടുത്ത വണ്ടിയിലേക്ക് എടുത്ത് വെക്കാൻ ഏൽപ്പിക്കുന്ന ചെറുപ്പക്കാരൻ വരെ 5 ലക്ഷം മുക്കുന്നവർക്ക് ഏർപ്പാട്. അത്രയും പൈസയാണ് ചാക്കിൽ. അതാണ് ചാക്ക് കണക്കിനും പൈസ കളിയാണ് നടക്കുന്നത്. അപ്പോൾ ഒരു കാര്യത്തിൽ ഈ BJPയെ KJP എന്ന് വിളിക്കുന്ന ആൾക്കാർ പറയുന്നത് ശരിയാണ്. പൈസ ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അത് ഭംഗിക്ക് നടക്കുന്നുണ്ട്. രാജീവ് ചന്ദ്രസേന വിചാരിച്ചിട്ട് അവസാനിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല.